പുതുയുഗത്തിന്റെ മാർഗദർശി ഡോക്ടർ ബുദ്രി താത്തി, പത്മശ്രീ ജേതാവ് 2026. ഇരുളിനെ കീറി മുറിച്ചാണ് വെളിച്ചം ജനിക്കുന്നത്. അത്തരമൊരു വെളിച്ചമാണ് ബുദ്രി താത്തി. കേവലം 15 വയസ്സുള്ളപ്പോൾ അവർ ആ കഠിനമായ സത്യം തിരിച്ചറിഞ്ഞു. സ്കൂളിൽ പോവാനാവാത്ത തന്റെ സമൂഹത്തിലെ കുട്ടികളുടെ ഭാവി ഇരുട്ടിലാണെന്നും സ്ത്രീകൾക്ക് ബഹുമാനമോ പ്രാതിനിധ്യമോ ലഭിക്കുന്നില്ലെന്നും. ഈ സ്ത്രീകൾക്കായി നമുക്കല്ലാതെ മറ്റാർക്കാണ് എന്തെങ്കിലും ചെയ്യാനാവുക? അവരെ സ്വയം പര്യാപ്തരാക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണ്. കഠിനമായ വഴി, നക്സൽ ബാധിത മേഖലകൾ, ആളുകൾ ഒഴിഞ്ഞു പോകുന്ന ഒരിടം, എണ്ണമറ്റ വെല്ലുവിളികൾ. വിശപ്പും ദാഹവും വകവയ്ക്കാതെ ഗ്രാമം തോറും കിലോമീറ്ററുകൾ നടന്ന് ബോധവത്കരിച്ചു, പ്രചോദനം നൽകി. ജനങ്ങളോട് സംസാരിച്ചു, കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു, രക്ഷിതാക്കൾക്ക് പ്രചോദനമായി. ചിലപ്പോഴൊക്കെ ആളുകൾ ഞങ്ങളുടെ നേരെ വാതിലുകൾ കൊട്ടിയടയ്ക്കുമായിരുന്നു. അത് വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. കാലം മാറി, അടഞ്ഞ വാതിലുകൾ തുറന്നു തുടങ്ങി. 90കളിൽ കുട്ടികൾക്കായി ഞാൻ ഒരു ചെറിയ സ്കൂൾ ആരംഭിച്ചു. കഴിവുകൾ വളർന്നു, ധൈര്യം സ്വരം കണ്ടെത്തി. ബസ്തറിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ അവർ ഒന്നിപ്പിച്ചു. അവർ ഞങ്ങളെ തയ്യൽ പഠിപ്പിച്ചു. ഇന്ന് നിരവധി സ്ത്രീകൾ അതിലൂടെ ഉപജീവനം കണ്ടെത്തുന്നു. സംസ്കാരത്തിന്റെ സ്വരങ്ങൾ വീണ്ടും മുഴങ്ങി തുടങ്ങി. ഒരിക്കൽ അവരെ നിരസിച്ച സമൂഹം പിന്നീട് അവരെ ഏറ്റെടുത്തു. ബുദ്രി താത്തിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം കുട്ടികളുടെ പുഞ്ചിരിയും അവരുടെ വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രയാണവുമായിരുന്നു. ആ കുട്ടികൾക്കവർ വലിയേച്ചിയായി. ഇന്ന് ആളുകൾ എല്ലാ മേഖലകളിലും മുന്നേറുന്നു. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നു. ഇതൊരു ബുദ്രി താത്തിയുടെ മാത്രം പ്രവർത്തനമല്ല. ഇത്തരം വിദൂര വനപ്രദേശങ്ങളിൽ നിന്നുള്ള ഒരാളെ കണ്ടെത്തി അംഗീകരിക്കുക എന്നത് അഭിമാനമാണ്, ആത്മാഭിമാനമാണ്. ഏതെങ്കിലും തരത്തിൽ ഓരോരുത്തരും ഈ സമൂഹത്തിന് വിലപ്പെട്ടവരാണെന്ന സന്ദേശം അത് നൽകുന്നു. ഡോക്ടർ ബുദ്രി താത്തി, പത്മശ്രീ 2026. കോടി കോടി നമസ്കാരം.